ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫയർ തീപിടുത്തം. ഈ ഫയർ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്ററിൽ ഫോറസ്റ്റ് ഫയർ വന്നിരുന്നു, രണ്ടും മാറിയത്. ഇത് മാൻമെയ്ഡാണ്. ഓക്കെ. ദെൻ അതിൻ്റെ കാരണങ്ങൾ, കോസസ്. ഒന്ന് ഇലക്ട്രിക്കൽ, അതായത് ഇലക്ട്രിക്കൽ വയറിങ്ങിലുണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ്, അതൊക്കെ ഫയറിന് കാരണമാകും. നമ്മൾ കേൾക്കാറുണ്ട് ഷോപ്പ് കത്തി നശിക്കുന്നതൊക്കെ, ബിൽഡിങ്ങിലൊക്കെ തീപിടുത്തുണ്ടാകുന്ന ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനൊക്കെ. ദെൻ പാൻട്രി ഏരിയ, അതായത് കുക്കിംഗ് ഏരിയയിൽ ഉണ്ടാകുന്ന കുക്കിംഗ് ഗ്യാസിൽ നിന്ന് അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ എണ്ണയൊക്കെ തീ പിടിക്കുന്നതിൻ്റെ ഫലമായി ഫയർ ഉണ്ടാവാം. ദെൻ സ്മോക്കിംഗ്, പുകവലി, സിഗരറ്റ് അല്ലെങ്കിൽ മാച്ചസ്, തീപ്പെട്ടിയൊക്കെ കൊള്ളിയൊക്കെ വലിച്ചെറിയുന്നതിൻ്റെ ഫലമായിട്ട് ഫയർ ഉണ്ടാവാം. ഇപ്പോൾ ഇലക്ട്രിക്കലിൽ അല്ലെങ്കിൽ പാൻട്രി ഏരിയ, സ്മോക്കിംഗ്. ദെൻ പ്രിവെൻഷൻ, എങ്ങനെ തടയാം അല്ലെങ്കിൽ വരാതെ എങ്ങനെ നോക്കാം. വയർ ഷുഡ് ബി പ്രോപ്പർലി കവേർഡ്, അതായത് ഇലക്ട്രിക് വയറിൽ ഇൻസുലേഷൻ പ്രോപ്പറായിരിക്കണം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം. ഇൻഫ്ലാമബിൾ തിങ്സ് ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി, തീ പടരാൻ സാധ്യതയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക, സേഫായിട്ട് എടുത്ത് വയ്ക്കുക. പവർ പോയിൻറ്റ് ഷുഡ് നോട്ട് ബി ഓവർലോഡഡ്, അതായത് ഒരു പ്ലഗ് കണക്ഷനിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുന്നത് ഓവർലോഡിന് കാരണമാകും, അത് തീപിടുത്തത്തിലേക്ക് നയിക്കും. ദെൻ ഡോണ്ട് കെയർലെസ്ലി ത്രോ സിഗരറ്റ് ആൻഡ് മാച്ചസ്, കെയർലെസ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സിഗരറ്റും തീപ്പെട്ടിയോ കൊള്ളികളൊന്നും വലിച്ചെറിയാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഫയർ. കോസസ് ഇലക്ട്രിക്കലിൽ നിന്നുണ്ടാവാം, പാൻട്രി ഏരിയയിൽ നിന്നുണ്ടാവാം, സ്മോക്കിംഗ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്, അതായത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ, അതായത് വർക്ക് പ്ലേസിലുണ്ടാവുന്ന അപകടങ്ങൾ, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്. ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് any condition produced by industries that may cause injury or death to personnel or loss of product or property. ഏതൊരു കണ്ടീഷനും ആവാം, ചിലപ്പോൾ എന്താവാം, ഇഞ്ചുറി ആവാം, ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് നാശം സംഭവിക്കാം. ഇതൊക്കെ എന്താണ്, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സിൽ വരുന്നതാണ്. ജനറൽ ഹസാർഡ്സ് ഇൻ ഇൻഡസ്ട്രീസ്, സാധാരണ ഉണ്ടാകുന്ന ഹസാർഡ്സ് എന്തൊക്കെ? ഒന്ന് ഫയർ, തീപിടുത്തം തന്നെ. ദെൻ മെക്കാനിക്കൽ ഹസാർഡ്സ്, മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ. ഇലക്ട്രിക്കൽ ഹസാർഡ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അതിന് ഫയറൊക്കെ ഉണ്ടാവാം. ദെൻ കെമിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹസാർഡ്സ്. ദെൻ റേഡിയേഷൻ, ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ. ദെൻ ഡസ്റ്റ് എക്സ്പ്ലോഷൻ, ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഡസ്റ്റൊക്കെ എന്ത് ചെയ്യുക, ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹസാർഡ്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്. അതായത് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എനി കണ്ടീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡസ്ട്രീസ് ദാറ്റ് മേ കോസ് ഇഞ്ചുറി ഓർ ഡെത്ത് ടു പേഴ്സണൽ ഓർ ലോസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രോപ്പർട്ടി. ജനറൽ ഹസാർഡ്സ് ഇൻ ഇൻഡസ്ട്രീസ്: ഫയർ, മെക്കാനിക്കൽ ഹസാർഡ്സ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, റേഡിയേഷൻ, ഡസ്റ്റ് എക്സ്പ്ലോഷൻ. ദെൻ നെക്സ്റ്റ് വൺ, കെമിക്കൽ ഹസാർഡ്സ്. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഇൻഡസ്ട്രിയലിൽ എന്ത് വരും, കെമിക്കൽ ഹസാർഡ്സ്. അപ്പോൾ എന്താണ് ഈ കെമിക്കൽ ഹസാർഡ്സ് എന്ന് നോക്കാം. എനി കെമിക്കൽ ദാറ്റ് ക്യാൻ കോസ് ഇൽനെസ്, ഇഞ്ചുറി ഓർ ആൻ എമർജൻസി. ഒരു അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അസുഖത്തിന് കാരണമാവുക അല്ലെങ്കിൽ ഇഞ്ചുറിക്ക് കാരണമാവുകയോ ചെയ്യുന്ന ഏതൊരു കെമിക്കലിനെ നമുക്ക് ഏതിൽ പെടുത്താം, കെമിക്കൽ ഹസാർഡ്സ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ കെമിക്കൽ ഹസാർഡ്സിൻ്റെ എഫക്ട്സ് പറഞ്ഞാൽ ഇറിറ്റേഷൻ, ബുദ്ധിമുട്ടുണ്ടാകുന്നു, അലർജീസ് ഉണ്ടാകുന്നു, ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു, ക്യാൻസറിന് കാരണമാകാം, ഡാമേജ് ടു ദ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുക്കൾക്ക് കേടുവരാം, എഫക്ട്സ് ഓൺ ദ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവിയിലുള്ള ജനറേഷൻ എന്തുണ്ടാവാം, ഈ എഫക്ട്സ് നിലനിൽക്കുന്നതാണ്. അതാണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. എനി കെമിക്കൽ ദാറ്റ് ക്യാൻ കോസ് ഇൽനെസ്, ഇഞ്ചുറി ഓർ ആൻ എമർജൻസി. എഫക്ട്സ്: ഇറിറ്റേഷൻ, അലർജീസ്, ലാക്ക് ഓഫ് ഓക്സിജൻ, ക്യാൻസർ, ഡാമേജ് ടു ദ ഫീറ്റസ്, എഫക്ട്സ് ഓൺ ദ ഫ്യൂച്ചർ ജനറേഷൻ.
Then next one, biological hazards. A biological hazard is a biological substance that poses a threat to the health of living organism. അതായത് ലിവിങ് ഓർഗാനിസത്തിന് ഭീഷണിയാവുന്ന ബയോളജിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ടൈപ്സ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ടീരിയ പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. കോസ് ഫോർ TB, ടെറ്റനസ് എന്തിനൊക്കെ കാരണമാകുന്നു, കോസ്ഡ് ഫോർ ട്യൂബർക്കുലോസിസ് ആയിട്ട് TB, പിന്നെ ടെറ്റനസിന്. ദെൻ വൈറസ് കോസ്ഡ് ഫോർ കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ, മീസ്ലസ്. ഇതോരോ അസുഖങ്ങളാണ് ബാക്ടീരിയൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. TB, ടെറ്റനസും വൈറസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോമൺ കോൾഡ്, ഇൻഫ്ലുവൻസ, മീസ്ലസ്. ഇപ്പോൾ നമുക്ക് പരിചിതമായ കൊറോണ വൈറസ് എന്നാണ് പറയുന്നത് അല്ലേ, അതൊക്കെ എന്താണ്, ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. ദെൻ ഫംഗസ് കോസ്ഡ് ഫോർ റിംഗ് വോം, ചൊറിച്ചിലിനൊക്കെ ഫംഗസ് കാരണമാകുന്നു അല്ലേ. ഫംഗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്ലോറോഫിൽ ഇല്ലാത്ത ചെറിയ മഷ്റൂമൊക്കെ, അത് കൂണൊക്കെ എന്താണ്, ഫംഗസാണ്. അപ്പോൾ ചിലതെന്താണ്, വിഷം അടങ്ങിയതാണ്. അതൊക്കെ എന്താണ്, ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. A biological hazard is a biological substance that poses a threat to the health of living organism. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി, എന്തിന് കാരണമാവുന്ന, ലിവിങ് ഓർഗാനിസത്തിന് ഭീഷണിയാവുന്ന ബയോളജിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ എന്താണ്, ബയോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ഫയർ പറഞ്ഞു, അതിൻ്റെ കാരണം ഇലക്ട്രിക്കൽ ആവാം, ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, അല്ലെങ്കിൽ പാൻട്രി ഏരിയയിൽ ഉണ്ടാകുന്ന, അതായത് കുക്കിംഗ് ഗ്യാസിൽ നിന്നോ കുക്കിംഗ് ഓയിലിൽ നിന്നോ ഫയർ ഉണ്ടാവാം. ദെൻ സ്മോക്കിങ്, അതായത് ശ്രദ്ധയില്ലാതെ അത് വലിച്ചെറിയുന്ന, സിഗരറ്റിൻ്റെ ഇതൊക്കെ വലിച്ചെറിയുന്നതൊക്കെ സ്മോക്കിങ്ങിന് ഫയറിന് കാരണമാകുന്നു. ദെൻ പ്രിവെൻഷന് നമ്മൾ പറഞ്ഞു, ഇൻസുലേഷൻ നേരെ നടത്തുക, ഇൻഫ്ലാമബിൾ തിങ്സ് എന്ത് ചെയ്യുക, സേഫായിട്ട് എടുത്തേക്കുക, ഓവർലോഡ് അപ്ലൈ ചെയ്യാതിരിക്കുക. ദെൻ ഡോണ്ട് കെയർലെസ്ലി ത്രോ സിഗരറ്റ് ആൻഡ് മാച്ചസ്. ദെൻ ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന, അതായത് പ്രോപ്പർട്ടിക്കോ പേഴ്സണലിനോ മരണമോ ഇഞ്ചുറിയോ വരുത്തുന്ന ഏതിനെയും നമുക്ക് എന്ത് പറയാം, ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് പറയാം. അത് നമുക്കറിയുന്നത് തന്നെയാണ്. ഫയർ ആവാം, മെക്കാനിക്കൽ ഹസാർഡ്സ് ആവാം, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആവാം, കെമിക്കൽ ഹസാർഡ്സ് ആവാം, റേഡിയേഷൻ ആവാം, ഡസ്റ്റ് എക്സ്പ്ലോഷൻ ആവാം. ദെൻ കെമിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പോലെ തന്നെ ഇൽനെസ്, ഇഞ്ചുറിയോ എമർജൻസിക്ക് കാരണം ഏത് കെമിക്കൽ സബ്സ്റ്റൻസും എന്താണ്, കെമിക്കൽ ഹസാർഡ്സ് ആണ്. അതിൻ്റെ എഫക്ട്സ് ഇറിറ്റേഷൻ, അലർജീസ്, ലാക്ക് ഓഫ് ഓക്സിജൻ, ക്യാൻസർ, ഡാമേജ് ടു ദ ഫീറ്റസ്, എഫക്ട്സ് ഓൺ ദ ഫ്യൂച്ചർ ജനറേഷൻ. Then biological hazards. A biological hazard is a biological substance that poses a threat to the health of living organism. ലിവിങ് ഓർഗാനിസത്തിന് ഭീഷണിയാവുന്ന ഏതൊരു ബയോളജിക്കൽ സബ്സ്റ്റൻസിനും. അപ്പോൾ നമുക്കറിയാവുന്ന ബാക്ടീരിയ TBക്കും ടെറ്റനസിനും കാരണമാകുന്നു. വൈറസ് കോൾഡ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, ദെൻ ഫംഗസ്, റിംഗ് വോം ഇതിനൊക്കെ കാരണമാകുന്നു. Okay, thank you.